എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്വേത. ഇന്ന് നമുക്ക് ത്രിവിധ കർമ്മങ്ങളെക്കുറിച്ച് നോക്കാം. പൂർവകർമ്മം, പ്രധാന കർമ്മം, പശ്ചാത്കർമ്മം എന്നിങ്ങനെയാണ് പഞ്ചകർമ്മയിലെ ത്രിവിധ കർമ്മങ്ങൾ. ഇതിൽ പൂർവകർമ്മം പ്രധാന കർമ്മത്തിന് മുന്നായി നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേറ്ററി പ്രൊസീജിയേഴ്സ് ആണ്. ഒരു പേഷ്യൻറ്റിനെ ഒരു പ്രധാന ചികിത്സയ്ക്ക് വേണ്ടി ഒരുക്കി നമ്മൾ കൊണ്ടുപോകുന്നതിനെയാണ് പൂർവകർമ്മങ്ങളിലൂടെ ചെയ്യുന്നത്. പൂർവകർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആതുര പരീക്ഷ ആ പേഷ്യൻറ്റിൻ്റെ രോഗീബലവും രോഗഫലവും ദോഷം ദൂഷ്യം അയാളുടെ ആയുസ്സിൻ്റെ പ്രമാണം ഇതൊക്കെ നോക്കിയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇതിൽ ദശവിധ പരീക്ഷ, അഷ്ടസ്ഥാന പരീക്ഷ, ത്രിവിധ പരീക്ഷ എന്നിങ്ങനെ ഉൾപ്പെടുന്നു. ഇതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് ത്രിവിധ പരീക്ഷയാണ്. ദർശന സ്പർശന പ്രശ്നേഹി പരീക്ഷേത ച രോഗിണം. അതായത് ഒരു പേഷ്യൻറ്റിനെ കണ്ടും സ്പർശിച്ചും അയാളുടെ ചോദ്യങ്ങൾ ചോദിച്ചുമാണ് നമ്മൾ അയാളുടെ രോഗവിവരം മനസ്സിലാക്കേണ്ടത്. സംഭാര സംഗ്രഹം, കളക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. പ്രധാന കർമ്മം തുടങ്ങുന്നതിന് മുമ്പായി അതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സംഭാര സംഗ്രഹം എന്ന് പറയുന്നത്. ഇനി മാനസ ഉപചാരം, അതായത് മെന്റൽ സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ്. ഒരു പേഷ്യൻ്റ് ഒരു പ്രൊസീജിയറിന് കയറുന്നതിന് മുമ്പായി അവരുടെ മാനസിക നില അല്ലെങ്കിൽ മെന്റൽ സ്റ്റാറ്റസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് ആ പേഷ്യൻറ്റിന് കൊടുത്ത് ആ പേഷ്യൻറ്റിൻ്റെ ആ പ്രൊസീജിയറിനോടുള്ള പേടി മാറ്റേണ്ടതാണ്. അവരുടെ മാനസിക ബലം നമ്മൾ കൗൺസിൽ ചെയ്ത് കൂട്ടേണ്ടതാണ്. പിന്നെ ആ പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന മാനസികമായിട്ടുണ്ടാകുന്ന കോപം, ഭയം, കാമം തുടങ്ങിയിട്ടുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതാണ് മാനസിക ഉപചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആതുര സിദ്ധത, അത് വരുന്നതാണ് ദീപനം, പാചനം, സ്നേഹനം ആൻഡ് സ്വേദനം. അതിൽ ദീപനം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ അഗ്നിയെ വർദ്ധിപ്പിക്കുന്നതാണ്. മെഡിസിൻസ് ഉപയോഗിച്ച് ആ പേഷ്യൻറ്റിൻ്റെ അഗ്നിനെ നമ്മൾ വർദ്ധിപ്പിക്കുന്നു. അതിനായിട്ട് നമുക്ക് തിപ്പലി, ശൃംഖവേരം, അതായത് ചുക്ക്, കുരുമുളക്, കൊടുവേലി ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. പാചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആമത്തെ പചിപ്പിച്ച് കളയുന്നതാണ്. അതായത് അപക്വമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും പക്വമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നു. ഇൻഡൈജഷനിൽ നിന്നും ഡൈജഷൻ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു. അതിന് നമുക്ക് നാഗകേസരം തുടങ്ങിയിട്ടുള്ള ഡ്രഗ്സ് എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ അസുഖങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് ആമാവസ്ഥയാണ്. അപ്പോൾ ഈ ആമാവസ്ഥയെ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ആമത്തെ റിമൂവ് ചെയ്യാനായിട്ട് ആമ സ്റ്റേറ്റിൽ നിന്നും, അതായത് സാമ കണ്ടീഷനിൽ നിന്നും നിരാമ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനാണ് ദീപനപാചനമായിട്ടുള്ള ഡ്രഗ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി സ്നേഹനം എന്ന് പറയുന്നത് ഒലിയേഷൻ തെറാപ്പിയാണ്. സ്നേഹനത്തിന് മുമ്പായിട്ട് ഒരു രൂക്ഷണ തെറാപ്പി കൂടി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ സ്നേഹവ്യാപത്തുകളൊന്നും ഉണ്ടാകില്ല. സ്നേഹനം 2 തരത്തിലാണ് പറയുന്നത്. ആഭ്യന്തര സ്നേഹപാനം, അതേപോലെ തന്നെ ബാഹ്യ സ്നേഹനം. ഇതിൽ നമ്മൾ പൂർവകർമ്മമായിട്ട് സ്നേഹനം ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ടും അവിടെ വാതദോഷത്തിനെയാണ് ശമിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ദേഹത്തിന് മൃദുത്വം കൈവരുന്നു. അവിടെയുള്ള ദോഷങ്ങളെയെല്ലാം, ശാഖയിലുള്ള എല്ലാ ദോഷങ്ങളെയും ഉത്ക്ലേശിപ്പിച്ചിട്ട് കോഷ്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. സ്വേദനം എന്ന് പറഞ്ഞാൽ വിയർപ്പിക്കലാണ്. സ്നേഹന ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് നമ്മൾ സ്വേദനം കൊടുക്കാറുള്ളത്. അതായത് നമ്മുടെ ബോഡിയിലുള്ള ശാഖാഗതമായിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും, അതേപോലെ തന്നെ ലീനമായി കിടക്കുന്ന സ്രോതസ്സുകളിൽ ലീനമായി കിടക്കുന്ന എല്ലാ ദോഷങ്ങളെയും ലിക്വിഫൈ ചെയ്തിട്ട് ഇത് കോഷ്ടത്തിലേക്ക് കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ വയറിലേക്ക് എല്ലാ ദുഷിച്ച ദോഷങ്ങളെയും കൊണ്ടുവരുന്നു. ഇനി എന്താണ് പ്രധാന കർമ്മം എന്ന് നോക്കാം. പ്രധാന കർമ്മങ്ങളാണ് പഞ്ചകർമ്മങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. പൂർവകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു, ദോഷങ്ങളെല്ലാം കോഷ്ടത്തിലേക്ക് എത്തി. കോഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ദുഷിച്ച് കിടക്കുന്ന ദോഷങ്ങളെല്ലാം പുറന്തള്ളാനായിട്ട് നമുക്ക് പ്രധാന കർമ്മങ്ങളെ ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ ദുഷിച്ച് കിടക്കുന്ന ദോഷങ്ങൾ കോഷ്ടത്തിലേക്ക് എത്തി. അപ്പം അതിനെ വമനം, വിരേചനം എന്ന ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് പുറത്തേക്ക് കളയാവുന്നതാണ്. വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കലാണ്. അപ്പോൾ കോപിച്ച് കിടക്കുന്ന കഫദോഷത്തെ വമനം വഴി നമുക്ക് പുറത്തേക്ക് കളയാവുന്നതാണ്. ഇത് കഫദോഷത്തെയാണ് ശമിപ്പിക്കുന്നത്. എല്ലാ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനും സ്കിൻ ഡിസീസിനും നമുക്ക് വമന ചികിത്സ ചെയ്യാവുന്നതാണ്. വിരേചനം എന്ന് പറഞ്ഞാൽ പർഗേഷൻ തെറാപ്പിയാണ്. അതായത് വയറിളക്കുക. അപ്പോൾ കോപിച്ച് കിടക്കുന്ന പിത്തദോഷത്തെ പുറത്തേക്ക് കളയാനാണ് നമ്മൾ വിരേചനം ഉപയോഗിക്കാറുള്ളത്. ഇനി വസ്തി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് എനിമ തെറാപ്പി. ഇത് 2 തരത്തിലുണ്ട്. കഷായവസ്തി, അതേപോലെ തന്നെ ഓയിൽ എനിമ, അനുവാസനവസ്തി എന്ന് പറയും. അപ്പോൾ ഇത് മലദ്വാരത്തിലൂടെ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ്.
മെയിനായിട്ടും വാതദോഷത്തെ ശമിപ്പിക്കാനാണ് നമ്മൾ വസ്തി ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ വാത ഡിസോർഡേഴ്സിനും നമുക്ക് വസ്തി കൊടുക്കാവുന്നതാണ്. രക്തമോക്ഷം എന്ന് പറഞ്ഞാൽ ദുഷിച്ചു കിടക്കുന്ന രക്തത്തെ പുറന്തള്ളുന്നതിനാണ് രക്തമോക്ഷണം നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി എന്താണ് പശ്ചാത്കർമ്മം എന്ന് നോക്കാം. അപ്പം നമ്മൾ കോപിച്ചു കിടക്കുന്ന എല്ലാ ദോഷങ്ങളെയും നിയർ ബൈ റൂട്ടിലൂടെ പുറത്തേക്ക് കളഞ്ഞു, പ്രധാന കർമ്മങ്ങൾ വഴി നമ്മൾ പുറത്തേക്ക് കളഞ്ഞു. ഇനി അവിടെ ബാക്കി കിടക്കുന്ന കുറച്ച് ദോഷങ്ങൾ ഉണ്ടായിരിക്കും. അവയെല്ലാം കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പശ്ചാത്കർമ്മങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അഗ്നിയെ വർദ്ധിപ്പിക്കാനുമാണ് പശ്ചാത്കർമ്മങ്ങൾ വഴി നമ്മൾ ചെയ്യുന്നത്. പശ്ചാത്കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പേയാദി സംസർജന ക്രമം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രധാന കർമ്മങ്ങൾക്ക് ശേഷം നമ്മുടെ ബോഡിയിൽ അഗ്നി മന്ദാഗ്നി ആയിരിക്കും, അതായത് അഗ്നി വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ അഗ്നിയെ നമ്മൾ പരിപോഷിപ്പിച്ച് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് ആ പേഷ്യൻറ്റിന് ഫുഡെല്ലാം കഴിക്കാൻ സാധിക്കും. അതായത് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും അവർക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അവിടെ ആമ അല്ലെങ്കിൽ അജീർണം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആദ്യം പേയാദി സംസർജനങ്ങൾ കൊടുത്തിട്ട് ഈ അഗ്നിയെ ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ അഗ്നിബലം കൂടിയാൽ മാത്രമാണ് നമുക്ക് പിന്നെ അവർക്ക് നോർമൽ ഡയറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനാണ് പേയാദി സംസർജന ക്രമങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഇനി അന്തരപാനം എന്ന് പറഞ്ഞാൽ ശരിക്കും കഷായ ഡ്രഗ്സ് അല്ലെങ്കിൽ കഷായ പ്രിപ്പറേഷൻസ് കൊടുക്കുന്നതാണ്. പാചനീയമായുള്ള കഷായങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഫുഡിന് ഇടയിലായിട്ട് ഈ പാചനീയ കഷായങ്ങൾ കൊടുക്കുന്നു. മെയിനായിട്ടും വമനത്തിനും വിരേചനത്തിനും ശേഷമാണ് നമ്മൾ ഈ പാചനീയ കഷായങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ശേഷമായിട്ട് അല്ലെങ്കിൽ ഇനി ബാക്കി കിടക്കുന്ന കഫദോഷത്തെ പജിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ പാചനീയ കഷായങ്ങൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് സൈന്ധവജല കബളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വമനത്തിന് ശേഷവും അതേപോലെ തന്നെ നസ്യത്തിന് ശേഷവും ചെയ്യാവുന്നതാണ്. ഇത് അവിടെ ബാക്കി കിടക്കുന്ന ശേഷമായിട്ട് കിടക്കുന്ന കഫദോഷത്തെ പുറത്തേക്ക് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുഖത്തിനും അതേപോലെ തന്നെ കണ്ടത്തിനും ശുദ്ധി വരുത്താനും സൈന്ധവജല കവളം വളരെയധികം ഫലപ്രദമാണ്. ഇനി ധൂമപാനം എന്ന് പറഞ്ഞാൽ വമനത്തിന് ശേഷവും അതേപോലെ തന്നെ നസ്യ ചികിത്സയ്ക്ക് ശേഷവുമാണ് നമ്മൾ ധൂമപാനം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ശേഷമായി കിടക്കുന്ന കഫദോഷത്തെയാണ് ഇത് അലിയിപ്പിച്ച് കളയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശിരസിനെയെല്ലാം ക്ലീൻ ചെയ്യാനും ശുദ്ധി വരുത്താനും നമുക്ക് ഈ ധൂമപാനം ഉപയോഗിക്കാറുണ്ട്. ഇനി സംശമനീയ സ്നേഹം കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു ശോധന പ്രൊസീജിയർ കഴിഞ്ഞു, അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു ചെറിയ ഗ്ലാനി അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. പേഷ്യൻ്റ് അങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊരു ക്ഷീണമുണ്ട് അല്ലെങ്കിൽ ഒരു തളർച്ച തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ അവരെ പതിയെ അവരുടെ ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചുകൊണ്ട് വരാനായിട്ട് കൊടുക്കുന്നതാണ് സംശമനീയ സ്നേഹങ്ങൾ. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഗ്ലാനി അല്ലെങ്കിൽ ക്ഷീണമുണ്ടെങ്കിലാണ് നമ്മൾ സംശമനീയ സ്നേഹം അവിടെ കൊടുക്കുന്നത്. നന്ദി.